കട്ട സമയത്ത് അവിടെ ചെക്കിങ്ങിന് നിന്നത്. സാധാരണ മനുഷ്യന്റെ കട്ടകാല സമയത്ത് ഇത് തീരെ ചെറിയാണല്ലോ. അല്ല, ഈ കണ്ണാടി അവിടെ 10-500 തരും. എന്തോ 400 രൂപ. നമ്മുടെ സമൂഹത്തിൽ ഓരോരുത്തർ 400-ന്റെ വെക്കുന്നു, 4000-ന്റെ വെക്കുന്നു, 40,000-ന്റെ വെക്കുന്നു, 4 ലക്ഷത്തിന്റെ വെക്കുന്നു. എന്റെ വരുമാനം അനുസരിച്ച് ഇത് 10-4,000 കണ്ണാടിയില്ലയോ? തിമിരത്തിന്റെ രസം ഉണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ ചെയ്യണം. പൈസയുടെ കുറവാ കാണാനില്ലയോ? പക്ഷെ പത്രം വായിക്കാൻ വേണ്ടി മാത്രം. ചിലപ്പോ നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് കണ്ണാടി പഠിക്കുന്ന ഒരാളുണ്ട്. പുള്ളി ഒരു കാല് വയ്യാത്ത ഒരാളാണ്, മൈക്ക് സെറ്റൊക്കെ വെച്ചോണ്ട് പോകുന്നത്. അപ്പൊ പുള്ളി ഞങ്ങളിപ്പോ വാഹന പരിശോധന സമയത്ത് അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടി മോശം ഞങ്ങൾ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ കണ്ണാടി സ്ഥിരമായിട്ട് ഇന്നടത്തുനിന്ന് മേടിക്കുന്നത് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഒരു നല്ല കണ്ണാടി കൊടുക്കണം. എന്ത് വാക്കാൻ ഞങ്ങൾ അത് ചെയ്തോളാം. ഇന്നലെ സ്കൂളൊക്കെ ഇവിടെ വന്നില്ല. സാറ് പറഞ്ഞ ചേട്ടൻ നല്ലൊരു കണ്ണടയില്ല, മോശം കണ്ണടയാ ഇരിക്കുന്നത്. നല്ലൊരു കണ്ണട ഞാൻ ഗിഫ്റ്റായിട്ട് തരുവാ. വേണ്ടായിരുന്നല്ലോ. കണ്ണാടിയൊക്കെ വെച്ചോണ്ട് മരണമൊക്കെ വിളിച്ചു പറയാൻ പോകുമ്പോഴേ ഗൗരവം കൂടരുത്, ഇത്തിരി സങ്കടമൊക്കെ വേണം കേട്ടോ. ഒരു വാഹനം ഓടിക്കുന്ന ഒരാളാണ്. യഥാർത്ഥ കാഴ്ച പുള്ളിക്ക് റോഡിൽ കിട്ടണം. അതിൽ കൂടി പുള്ളി സുരക്ഷിതമാകും, റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ സുരക്ഷിതമാകും. അതിന് അജിയുടെ ആ ഒരു നല്ല മനസ്സിന് നമ്മൾ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുകയാണ്.